പല രീതിയിൽ ഉറങ്ങുന്നവരെ നമുക്ക് ചുറ്റും നാം കാണാറുണ്ട്. ചിലർ നേരത്തെ കിടന്നുറങ്ങി അതിരാവിലെ എഴുന്നേൽക്കുന്നവരെ നമുക്ക് കാണാം. എന്നാൽ മറ്റു ചിലർ ലേറ്റായി ഉറങ്ങിയിട്ട് വളരെ ലേറ്റായി എഴുന്നേറ്റ് വരുന്നവരെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ ഉണരുന്നവരായാലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഉണരുന്ന സമയം മുതൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. മുതിർന്നവരെ പറ്റിയാണ് നാം ഇത് പറഞ്ഞത്. എന്നാൽ കുട്ടികൾ വളരെ പ്രഭാതത്തിൽ തന്നെ ഉണരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾ വളരെ പ്രഭാതത്തിൽ തന്നെ ഉണരുകയും അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠമായി ചെയ്യുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ്. മിനിമം ഒരു 6-7 മണിക്കൂറെങ്കിലും ഒരാൾ ഗാഢനിദ്രയിലായിരിക്കണം. ആ ഉറക്കത്തെ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ സന്ധ്യാസമയത്തിനു ശേഷമുള്ള വെള്ളം കൂടി നിർത്തേണ്ടതാണ്. നമ്മൾ ഉണരുവാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം പ്രഭാതത്തിൽ 4-നും 5-നും ഇടയ്ക്കാണ്. പ്രഭാതത്തിൽ ഉണർന്നാൽ ഉടനെയുള്ള പ്രാർത്ഥന, വെള്ളം കുടി, മെഡിറ്റേഷൻ, എക്സർസൈസ് ഇതൊക്കെ ജീവിതത്തിൽ ദിനചര്യകളാക്കി മാറ്റിയാൽ വളരെ നല്ലതാണ്. രാത്രിയിൽ സുഖകരമായ നിദ്ര കിട്ടണമെങ്കിൽ രാത്രിയിലുള്ള ഹെവി ഫുഡ്, ചോക്ലേറ്റ്, കാപ്പി, ലഹരി വസ്തുക്കൾ, മദ്യം മുതലായവ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപും ഉണർന്ന് 2 മണിക്കൂർ കഴിഞ്ഞും അല്ലാതെ ഒരു കാരണവശാലും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയാതെ സോഷ്യൽ മീഡിയകൾ, പത്രം, ന്യൂസ്, നെഗറ്റീവ് എനർജി തോന്നുന്ന യാതൊന്നും നമ്മൾ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകുകയും പോസിറ്റീവ് ചിന്താഗതിയുള്ളവരുമായി കൂട്ടുകൂടുവാനും നാം തയ്യാറാക്കുക.